നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ വ്യവസായം ദീർഘകാലമായി നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രധാനം ഹിറ്റുകളുടെ അഭാവമാണ്. ഇന്ന് ഒരു ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് പോലും 4 കോടി മുതൽ 7 കോടി വരെ മൂലധനം ആവശ്യമായി വരുന്നു. ചെറിയ താരങ്ങളുടെ പോലും ഉയർന്ന പ്രതിഫലവും സാങ്കേതിക പ്രവർത്തകരുടെ ശമ്പള വർധനയിൽ വന്ന ഗണ്യമായ മാറ്റങ്ങളുമടക്കം നിർമ്മാണ ചെലവ് കുത്തനെ ഉയർത്തി. എന്നാൽ 4 തരം വിപണന സാധ്യതകൾ കൊണ്ട് ഈ റിസ്ക് മറികടക്കാമെന്ന് നിർമ്മാതാക്കൾ കണക്കുകൂട്ടിയെങ്കിലും സമീപകാലത്ത് ആ പ്രതീക്ഷയും അസ്ഥാനത്തായി. മുൻകാലങ്ങളിൽ തിയേറ്ററുകളിൽ വീണ പടങ്ങളും തിയേറ്റർ റിലീസ് ഒഴിവാക്കിയ സിനിമകളും OTT റിലീസ് വഴിയും സാറ്റലൈറ്റ് ഓവർസീസ് വരുമാനത്തിലൂടെയും മുതൽ മുടക്ക് തിരിച്ചു പിടിച്ചിരുന്നു. എന്നാൽ ഇന്ന് തിയേറ്ററിൽ ഹിറ്റായ സിനിമകൾക്ക് മാത്രമേ ഇതര പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഉയർന്ന വരുമാനം ലഭിക്കൂ എന്ന അവസ്ഥയും തിരിച്ചടിയായി. സമീപകാലത്ത് 6 കോടിയിൽ പരം മുതൽ മുടക്കിയ സിനിമകളെല്ലാം തിയേറ്ററിൽ വൻ ഫ്ലോപ്പുകളായി. വലിയ താരനിര അണിനിരന്ന ഒരു സിനിമ ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം OTTയിൽ നിന്നും നേടിയത് കേവലം 50 ലക്ഷം രൂപ മാത്രം. ഫെബ്രുവരി മാസം മലയാള സിനിമയെ സംബന്ധിച്ചൊരു ഭാഗ്യമാസം കൂടിയായിരുന്നു. ടൊവിനോ തോമസിന്റെ കുറ്റാന്വേഷണ ത്രില്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ് ഫെബ്രുവരിയിൽ ആദ്യം തിയേറ്ററുകളിലെത്തിയത്. പിന്നീട് പ്രേമലുവിന്റെ വരവ്, ബ്രഹ്മയുഗം കൂടി വന്നതോടെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഈ 3 സിനിമകൾ കൂടി ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് വാരിയത് ഏകദേശം 100 കോടി രൂപയുമാണ്. ബാർബിയും ഓപ്പൻഹൈമറും വന്ന് ഹോളിവുഡിൽ ബോക്സ് ഓഫീസ് തൂത്തുവാരിയപ്പോൾ ബാർബൻഹൈമർ എന്നായിരുന്നു ഈ അപൂർവ നേട്ടത്തെ അന്ന് വിശേഷിപ്പിച്ചത്. 2 വ്യത്യസ്ത പ്രമേയത്തിലുള്ള സിനിമകൾ കോടികൾ വാരിയതിന് സമാനമായ പ്രതിഭാസമാണ് ഇവിടെ മലയാളത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രേക്ഷകരും ഒരു പേരിട്ടു, പ്രേമയുഗം. ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും നിർമ്മാതാക്കളും താരങ്ങളും ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്കായി പാടുപെടുമ്പോൾ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ നേട്ടം അഭിനന്ദനാർഹമെന്ന് പറയാതെ വയ്യ. ഫെബ്രുവരി 22-ന് മഞ്ഞുമൽ ബോയ്സും കൂടി എത്തുന്നതോടെ 200-300 കോടി ക്ലബ്ബുകളിലേക്ക് മലയാള സിനിമ എത്തട്ടെ എന്ന് ആശംസിക്കാം.